ആരാധകരുള്ള വീഡിയോ ഗെയിം സീരീസാണ് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ അഥവാ GTA. പരമ്പരയിലെ ഏറ്റവും പുതിയ ഗെയിമായ GTA 6ന്റെ ട്രെയിലർ കുറച്ചുനാൾ മുൻപ് പുറത്തു വന്നിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ ട്രെയിലർ വൈറലാവുകയും ചെയ്തു. ട്രെയിലർ പുറത്തു വരും മുമ്പ് തന്നെ ഗെയിമിന്റെ ചില ഫുട്ടേജുകളും ചില ഇമേജുകളുമൊക്കെ അനധികൃതമായി ഇന്റർനെറ്റിൽ പ്രചരിച്ചിരുന്നു. ഈ ലീക്കുകൾക്ക് പിന്നിൽ 18 വയസ്സുകാരനായ ഒരു ബ്രിട്ടീഷ് പയ്യനായിരുന്നു. പേര് ആരിയോൺ കുർത്താജ്. വിവിധ കമ്പനികളുടെ സിസ്റ്റത്തിൽ ഹാക്ക് ചെയ്ത് കയറി തലവേദനയായ ആരിയോണിനെ ഇപ്പോൾ കോടതി ആജീവനാന്തം ആശുപത്രി തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. ആരിയോണിനെ പറ്റി പറയുമ്പോൾ മറ്റൊന്നുകൂടി പറയണം. ഓട്ടിസം ബാധിതനാണ് ഇവൻ. ഓക്സ്ഫോർഡ് സ്വദേശിയായ ആരിയോൺ ലാപ്സസ് എന്ന സൈബർ ക്രൈം സംഘത്തിലെ പ്രധാന കണ്ണിയായിരുന്നു. എൻവിഡിയ, ഊബർ തുടങ്ങിയ വമ്പൻ കമ്പനികൾ ഹാക്ക് ചെയ്തിട്ടുള്ള ആരിയോൺ ഇവർക്ക് ലക്ഷക്കണക്കിന് ഡോളറുകളുടെ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. 2025 റിലീസ് തീരുമാനിച്ചിരിക്കുന്ന GTA 6ന്റെ 90 ക്ലിപ്പുകളാണ് ആരിയോൺ റോക്സ്റ്റാർ ഹാക്ക് ചെയ്ത് മോഷ്ടിച്ചത്. ഇത്ര കഴിവുണ്ടായിട്ടും അത് തെറ്റായ മാർഗങ്ങളിൽ ഉപയോഗിക്കുന്ന ആരിയോൺ പൊതുസമൂഹത്തിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഉത്തരവ്. ആരിയോണിനെ പുറത്തുവിടുന്നത് പൊതുജനത്തിന് അപകടമുണ്ടാക്കില്ലെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയാലേ ഈ തടവ് അവസാനിക്കൂ. കസ്റ്റഡിയിലിരിക്കെ ആരിയോൺ അക്രമാസക്തനായിരുന്നു എന്നാണ് വിവിധ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പലരെയും കായികമായി ആക്രമിച്ച ഇയാൾ പല വസ്തുക്കളും തകർത്തു. ലാപ്ടോപ്പ് പിടിച്ചെടുത്തിട്ടും ആമസോൺ ഫയർ സ്റ്റിക്കും മൊബൈൽ ഫോണും ഹോട്ടൽ മുറിയിലെ ടെലിവിഷനും ഉപയോഗിച്ച് ആരിയോൺ GTA നിർമ്മാതാക്കളായ റോക്സ്റ്റാറിനെ ഹാക്ക് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ റോക്സ്റ്റാർ തന്നെ ബന്ധപ്പെട്ടില്ലെങ്കിൽ സോഴ്സ് കോഡ് റിലീസ് ചെയ്യുമെന്നായിരുന്നു ഭീഷണി. ഓട്ടിസം ഉള്ളതിനാൽ ആരിയോണിന് കോടതിയിൽ വാദം കേൾക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇതോടെ ആരിയോണിനെ ആശുപത്രി തടവിലാക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു.